ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചില സീരീസ് അല്ലെങ്കിൽ മൂവീസൊക്കെ ഉണ്ടാകും. സ്ക്രീൻ പ്ലേ നല്ലതായിരിക്കും, ആക്ട്രസിന്റെ പെർഫോമൻസും അടിപൊളിയായിരിക്കും. ഓവറോൾ ഒരു കിടിലൻ ഐറ്റം തന്നെ ആയാൽ പോലും വേണ്ടത്ര ജനശ്രദ്ധ അതിന് പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ നമുക്കിടയിൽ എന്നല്ല, വേൾഡ് വൈഡ് തന്നെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ജാപ്പാനീസ് സീരീസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. 2022 7 എപ്പിസോഡ്സുമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഗാനിബൽ. ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ കഥയിലെ ഹീറോ ആയിട്ടുള്ള ഡെയ്ഗോ ആളൊരു പോലീസ് ഓഫീസറാണ്. ആളുടെ കയ്യിലിരിപ്പ് കാരണം ജപ്പാനിലെ ഒരു ഉൾഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് വരുന്നു. ഡെയ്ഗോയ്ക്ക് മുമ്പേ ആ ഗ്രാമത്തിന്റെ ഓഫീസറായിട്ടുണ്ടായിരുന്ന പോലീസുകാരൻ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് പകരക്കാരണം എന്നോണം കൂടിയാണ് ഡെയ്ഗോയെ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതോടെ ഡെയ്ഗോയ്ക്ക് എന്തൊക്കെയൊക്കെയോ പന്തികേടുകൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. തുടർന്ന് ഡെയ്ഗോ ഈ കാണാതായിട്ടുണ്ടായിരുന്ന പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ആളെ കുറിച്ചിട്ടും ഈ ഗ്രാമത്തെ കുറിച്ചിട്ടും അന്വേഷിച്ചു. എന്നാൽ ആ അന്വേഷണത്തിന്റെയൊക്കെ ഒടുവിൽ ഡെയ്ഗോ കണ്ടെത്തുന്നത് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളായിരുന്നു. സോ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ കഥ കേട്ടിട്ട് തന്നെ ബാക്കി മനസ്സിലാക്കാം. ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് ഒരു പോലീസ് ഓഫീസർ, ആളുടെ പേര് ഡാനി എന്നാണ്. ആളൊരു വീട്ടിലേക്ക് വരുമായിരുന്നു. അങ്ങനെ അങ്ങേരെ ഈ വീട്ടിലേക്ക് വന്ന പാടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോറൊക്കെ അടിച്ചു പൊളിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങി വാടാ, നീയൊക്കെ മനുഷ്യന്മാരെ തിന്നുന്ന നരഭോജികളല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ നിന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലും പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. മാത്രമല്ല ഈ ഡാനി ഉണ്ടല്ലോ, അങ്ങനെ പുറത്ത് കിടന്ന് കാണിക്കുന്ന പരാക്രമമൊക്കെ ഉള്ളിൽ നിന്ന് ആരോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഈ വീടിന് ചുറ്റും നടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡോറിലും ജനലിലും ഒക്കെ മുട്ടിയിട്ട് അതെങ്ങാനും പൊളിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്കാണെങ്കിൽ അതിനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഡാനി, നിന്റെ രഹസ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായടാ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് ഇതെല്ലാം അവർ നോക്കി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡാനി എത്ര പറഞ്ഞിട്ടും ഉള്ളിൽ നിന്നും ആരും പുറത്തേക്ക് വരാഞ്ഞിട്ട് ഇയാൾ ഈ വണ്ടിയും എടുത്തിട്ട് അവിടെ നിന്നും അപ്പോൾ തന്നെ പോയി. അങ്ങേര് നേരെ ചെല്ലുന്നത് ഒരു ഗുഹയിലേക്കായിരുന്നു. ഒരു ഗുഹയാണെങ്കിൽ കൂടി ഉള്ളിൽ ലൈറ്റും നടക്കാനുള്ള വഴിയും ഒക്കെ ഉണ്ടായിരുന്നു. അയാളൊരു ടോർച്ച് എടുത്തിട്ട് ഈ ഗുഹയ്ക്കുള്ളിലൊക്കെ നോക്കുമ്പോഴേക്കും അതിനുള്ളിലായിട്ട് ഓരോ സെല്ലുകൾ ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്മാരെയൊക്കെ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പോലുള്ള സംഭവങ്ങൾ. അങ്ങനെ ഇയാൾ ഇതൊക്കെ കണ്ടിട്ട് ഇത് തന്നെ ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അരിവാൾ പോലുള്ള ഒരു ആയുധം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാനിനെ അവിടെ വെച്ചിട്ട് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡാനിക്ക് എന്താ സംഭവിച്ചതെന്ന് സീനിൽ കാണിക്കുന്നില്ല. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഡെയ്ഗോയും ആളുടെ വൈഫ് യൂക്കിയും പിന്നെ അവരുടെ മകളുണ്ട് അന്ന, അവളും കൂട്ടിയിട്ട് കാറിലൂടെ ഇങ്ങനെ വരികയായിരുന്നു. ഈ ഡെയ്ഗോ ഒരു പോലീസ് ഓഫീസർ ആണല്ലോ, അപ്പൊ ആൾക്ക് ട്രാൻസ്ഫർ കിട്ടിയേക്കുന്നത് കൂഗ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കായിരുന്നു. ജപ്പാനിലെ തന്നെ ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമം. പിന്നെ ആ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ചുറ്റും മരങ്ങളും മലകളും ഒക്കെ ആയിട്ട് നല്ലൊരു കിടിലൻ സ്ഥലം. അവിടെ കാണുമ്പോൾ തന്നെ നമുക്കും അങ്ങോട്ടേക്കൊന്ന് പോകണം എന്നൊക്കെ തോന്നും. അങ്ങനെ ഇവര് 3 പേരും കാറിലൂടെ വരികയായിരുന്നു. പിന്നെ ഈ അന്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കൊച്ച് അങ്ങനെ അധികം സംസാരിക്കാറൊന്നുമില്ല. അവളുടെ ലൈഫിൽ മുൻപൊരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷമാണ് പുള്ളിക്കാരി അങ്ങനെ അധികം സംസാരിക്കാത്തത്. മാത്രമല്ല ഈ കൊച്ചിനൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് നമ്മുടെ ഡെയ്ഗോയും ആളുടെ വൈഫും ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഇവര് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും തന്നെ പുതിയ പോലീസ് ഓഫീസറും ആളുടെ കുടുംബവും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റേഷനും പിന്നെ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഡെയ്ഗോയും ഫാമിലിയും അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരിവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും, ഓ എന്ത് നല്ല ആൾക്കാർ അവിടെ താമസിക്കുന്നതെന്ന്. അങ്ങനെ ആ സീൻ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവര് പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ വന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ സാധനങ്ങളൊക്കെ അവർ അടുക്കി പെറുക്കി വെക്കുകയായിരുന്നു. അപ്പോഴാണ് യൂക്കിക്ക് അവിടെ നിന്നൊരു പെട്ടി കിട്ടുന്നത്. അത് കണ്ടിട്ട് അപ്പൊ തന്നെ ഡെയ്ഗോയുടെ അടുത്തേക്ക് പോയിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടേതാണോ? എന്നിട്ട് ഡെയ്ഗോ ആ പെട്ടി തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഡാനി, ആ ഒരു പോലീസുകാരൻ, അയാളുടെ കുടുംബ ഫോട്ടോ ഒക്കെ ആ പെട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഡെയ്ഗോ അവന്റെ വൈഫിനോട് പറയുന്നുണ്ട്, ഇത് മുന്നേ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന പോലീസുകാരന്റെ പെട്ടിയാണ് തോന്നുന്നു, അയാളുടെ ഫോട്ടോ ഒക്കെ ഇതിലുണ്ടെന്ന്. അത് കേട്ടിട്ട് നമ്മുടെ യൂക്കി ഡെയ്ഗോനോട് ചോദിക്കുന്നുണ്ട്, ഈ ഡാനി ശരിക്കും എങ്ങോട്ടേക്കാ പോയതെന്ന്. അപ്പോൾ ഡെയ്ഗോ പറയുന്നത് അയാൾ എവിടെ പോയതെന്ന് ആർക്കും അറിയില്ല, പക്ഷേ അയാൾ ഇങ്ങനെ ചൂതാട്ടമൊക്കെ കളിച്ചിട്ട് നടക്കുന്ന ആളായിരുന്നു. പച്ചിങ്കോ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പെട്ടിട്ട് കുറെ കടമൊക്കെ കയറിയിട്ട് നാട് വിട്ടതാണെന്നാണ് ഈ നാട്ടിലുള്ളവർ പറയുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായി നമ്മുടെ ഡെയ്ഗോ ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴുണ്ട് കുറെ ആൾക്കാർ നമ്മുടെ ഡെയ്ഗോയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുന്നു. അവര് വന്നപ്പോ തന്നെ ഭയങ്കര ഫ്രീഡം ഒക്കെ എടുത്തിട്ട് ഡെയ്ഗോയോട് പറയുന്നുണ്ട്, നിന്നെ യൂണിഫോമിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞങ്ങളുടെ കൂടെ ഗ്രാമമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. അങ്ങനെ അവരെല്ലാരും കൂട്ടിയിട്ട് ഡെയ്ഗോയും കൂട്ടിയിട്ട് ഗ്രാമമൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. കൂടാതെ അവർ വിളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറെ പച്ചക്കറികളൊക്കെ ഡെയ്ഗോയ്ക്ക്
ഡെയ്ഗോയ്ക്ക് കൊടുത്തിട്ട് ഇത് വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറിയാണ് നിങ്ങളുടെ ഭാര്യക്ക് കൊടുത്തോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഡെയ്ഗോയ്ക്ക് ഓ എന്ത് സ്നേഹമുള്ള മനുഷ്യരാണ് ഇവരൊക്കെ എന്ന് കരുതിയിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിലൊരു ഫാക്ടറി ഉണ്ട്, ഈ തടിമില്ലൊക്കെ പോലെ, അവിടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഡെയ്ഗോയും കൂട്ടിയിട്ട് അവരങ്ങോട്ടേക്ക് പോയി. അവരവിടെ വെച്ചിട്ട് ആപ്പിളും മറ്റൊക്കെ തിന്നോണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ കയറി വരുന്നത്. അവൻ വന്ന പാടെ തന്നെ നിങ്ങളാണോ പുതിയ പോലീസ് ഓഫീസർ, മലയിൽ നിന്ന് ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഡെയ്ഗോയെ അങ്ങോട്ടേക്ക് വിളിക്കും. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഡെയ്ഗോയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങി. എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വന്നിട്ടുണ്ടായിരുന്ന ആളുണ്ടല്ലോ, അവന്റെ കൂടെ നമ്മുടെ ഡെയ്ഗോ ഈ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് മലയിലേക്ക് പോയി. അവരങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് തന്നെ ഇവൻ ഡെയ്ഗോനോട് പറയുന്നുണ്ട് എന്റെ പേര് മൈക്കിൾ എന്നാണ്, ഈ മരിച്ചേക്കുന്നത് ഞങ്ങളുടെ ഗോട്ടെ കുടുംബത്തിലുള്ള ഏറ്റവും മുതിർന്ന മുത്തശ്ശിയായിട്ടുള്ള ജിൻഗോട്ടയാണ്, അവന്റെയും അവന്റെ അനിയനായിട്ടുള്ള വില്യമിന്റെയും മുത്തശ്ശിയാണ് അവരെന്നൊക്കെ. അങ്ങനെ ഇവര് നടന്നിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ കുറെ പേരുണ്ടായിരുന്നു. ഈ ഗോട്ടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവരൊക്കെ. അപ്പോൾ ഡെയ്ഗോ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ട് അതിലുള്ള ഒരു തൊപ്പിക്കാരൻ ഡെയ്ഗോനോട് പറയുന്നുണ്ട് മുത്തശ്ശിയെ കാണാതായിട്ട് ഇപ്പൊ 3 ദിവസമായി കരടി പിടിച്ചതാണ് എന്നൊക്കെ. അങ്ങനെ ഡെയ്ഗോ ഈ മൃതദേഹം പരിശോധിച്ച് നോക്കുമ്പോഴേക്കും അവിടെ ഈ മുത്തശ്ശി കൈ ഇങ്ങനെ അറ്റി കിടപ്പുണ്ടായിരുന്നു. അതിലായിട്ട് ആരോ കടിച്ചതിന്റെ ഒരു പാടുണ്ട്. അത് കണ്ട ഡെയ്ഗോ അവരോട് ഇത് കണ്ടിട്ട് എനിക്ക് കരടി പിടിച്ചതാണെന്ന് തോന്നുന്നില്ല, ഇതൊരു മനുഷ്യൻ കടിച്ച പാടാണല്ലോ എന്ന്. അത് കേട്ടിട്ട് നമ്മുടെ മൈക്കിൾ എവിടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോഴേക്കും ഈ കയ്യിലായിട്ട് ഒരു മനുഷ്യൻ കടിച്ചതിന്റെ പാടുണ്ടായിരുന്നു. അത് കണ്ട മൈക്കിൾ ഡെയ്ഗോയോട് പറയും മുത്തശ്ശി പ്രായമായിട്ടുള്ള സ്ത്രീയല്ലേ, ചിലപ്പോ അവര് തന്നെ സ്വയം കടിച്ചതായിരിക്കുമെന്ന്. അത് കേട്ടിട്ട് ഡെയ്ഗോ അങ്ങനെ വരാൻ സാധ്യതയില്ല, നമ്മൾ തന്നെ നമ്മളെ സ്വയം കടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഉള്ളം കൈയിലായിട്ട് കടിക്കാൻ സാധിക്കില്ല, നമുക്ക് എങ്ങനെ ശ്രമിച്ചാലും നമ്മുടെ പുറം കൈയുടെ ഭാഗത്ത് മാത്രമേ കടിക്കാൻ സാധിക്കുള്ളൂ, ഈ പാട് കണ്ടിട്ട് വേറെ ആരോ മുത്തശ്ശിയെ കടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ഡെയ്ഗോ ഈ കൂടി നിൽക്കുന്നവരോടെല്ലാം തന്നെ പറയും. അത് കേട്ടപ്പോ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മുടിയൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും മുത്തശ്ശിയോട് ഇങ്ങനെ ചെയ്യില്ല, നീ വേണ്ടാതിനും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് നമ്മുടെ ഡെയ്ഗോയുടെ നേരെ ചൂണ്ടും. ഇത് കണ്ടിട്ട് നീ ഞങ്ങളുടെ കുടുംബത്തെയാടാ തൊട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തന്നെ തോക്കെടുത്തിട്ട് ഡെയ്ഗോയെ വെടിവെക്കാൻ വേണ്ടിട്ട് നിൽക്കും. ഡെയ്ഗോയ്ക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി, ഈ നിൽക്കുന്ന എല്ലാറ്റിനും തന്നെ നല്ല മുഴുത്ത വട്ടാണ്, ഒന്നാം തരം സൈക്കോകളാണ് എല്ലാം. അവന്മാരോട് ഒറ്റയ്ക്ക് നേരിടാൻ പോയാൽ ഡെയ്ഗോ ഉറപ്പായിട്ടും വടിയാകും. അതുകൊണ്ട് ഡെയ്ഗോ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരോട് മാപ്പ് ചോദിക്കും. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഈ ബാക്കിയുള്ള എല്ലാ സൈക്കോകളും ചിരിക്കാൻ തുടങ്ങും. അവന്മാരെന്നിട്ട് ഡെയ്ഗോയോട് പറയും എടാ നീ ഇങ്ങനെ ഒരു പേടിത്തൂറി ആയിപ്പോയല്ലോ, ഞങ്ങൾ ചുമ്മാ നിന്നെ പറ്റിച്ചതല്ലേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേന്ന്. നമ്മുടെ ഡെയ്ഗോയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, ഇവന്മാരൊന്നും ശരിയല്ല, എല്ലാറ്റിന്റെ സ്വഭാവത്തിലും എന്തോ ഒരു വശപശകുണ്ട്. എന്നിട്ട് ഈ മൈക്കിൾ ഉണ്ടല്ലോ, മൈക്കിള് ഡെയ്ഗോനോട് പറയും ഞങ്ങൾ നാളെ കരടി വേട്ടക്ക് പോകുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ വരണം, മുത്തശ്ശിയെ കൊന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കരടി ഉണ്ടല്ലോ അതിനെയാണ് ഞങ്ങൾക്ക് കൊല്ലേണ്ടത്, മാത്രമല്ല ഗ്രാമത്തിലുള്ള മറ്റുള്ളവരോട് പോലെ ഞങ്ങളോടും നീ ചങ്ങാത്തം കൂടണം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലുള്ളവരും ഈ ഗോട്ടെ കുടുംബം ഉണ്ടല്ലോ അവർ രണ്ടുപേരും 2 ഗ്രൂപ്പാണ്. എല്ലാവരും ഈ കൂഗ് ഗ്രാമത്തിലുള്ളവരാണെങ്കിൽ കൂടി ഈ ഗോട്ടെ കുടുംബത്തിലുള്ളവരോട് മറ്റുള്ള ജനങ്ങൾക്ക് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. മാത്രമല്ല ഈ ജനങ്ങൾക്ക് എല്ലാം തന്നെ ഗോട്ടെ ഫാമിലിനോട് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ഈ ഗോട്ടെ ഫാമിലി എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലെ തന്നെ കുറച്ച് വലിയ ആൾക്കാരാണ്. ഇവന്മാരെല്ലാം തന്നെ ഒരുമാതിരി സൈക്കോകളാണല്ലോ, അതിന്റെ ഒരു പേടിയും എല്ലാവർക്കും തന്നെ ഉണ്ട്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഈ ഗോട്ടോസ് ഉണ്ടല്ലോ, അവര് അന്ന് രാത്രി ഒരു ചെറിയൊരു വെള്ളമടി പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, നാളത്തെ കരടി വേട്ടയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടൊക്കെ. ആ പാർട്ടിക്ക് ഈ ഡെയ്ഗോനെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഡെയ്ഗോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നതായിരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഡെയ്ഗോയുടെ വൈഫ് ആണെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് ഈ രാത്രി പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവനോട് ചൂടാകുന്നുണ്ട്. എന്നിട്ട് ഡെയ്ഗോ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഇവന്റെ സീനിയർ ഓഫീസർ ഇവനെ ഫോൺ ചെയ്യുന്നത്. എന്നിട്ട് അയാൾ ഡെയ്ഗോനോട് പറയും നീ അധിക കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഈ ഗോട്ടകളൊക്കെ ഭയങ്കര സീനുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അവരോട് മയത്തിലൊക്കെ ഒന്ന് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കും. അപ്പോൾ ഡെയ്ഗോ പറയും ഓക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം, ഇപ്പൊ ഒരു മുത്തശ്ശിയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ കയ്യിലായിട്ട് ആരോ കടിച്ചതിന്റെ ഒരു പാടുണ്ടായിരുന്നു, അത് ഞാൻ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടെന്നൊക്കെ ഈ സീനിയർ ഓഫീസറോട് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഡെയ്ഗോ ഈ ഗോട്ടോസ് ഒരു പാർട്ടി നടത്തുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തും. അതേസമയം തന്നെ നമ്മുടെ ഡെയ്ഗോയുടെ വൈഫ് വീട്ടിൽ TV ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ആ വീട്ടിലുള്ള ഡോറിനടുത്തായിട്ട് ആരോ രക്ഷപ്പെട്ടോളൂ എന്ന് എഴുതി വെച്ചേക്കുന്നത് ഇവള് കാണുന്നത്. അപ്പൊ ഇവക്ക് ഡൗട്ടായി ഇതെന്താ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന്. അപ്പൊ ഇവള് ഇത് കണ്ടിട്ട് കുറച്ച് പേടിച്ചു. എന്നിട്ട് ഇവള് അന്നയുണ്ടല്ലോ ഇവളുടെ മകള്, അവളെ വിളിച്ചു നോക്കുമ്പോഴേക്കും ആ കുട്ടി ആ വീട്ടിലുണ്ടായിരുന്നില്ല. സംഭവം ഈ അന്നയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവള് രാത്രിയൊക്കെ ആകുമ്പോഴേ ഇടയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടും. അതും മുൻപും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിള്ളേരുടെ കൂടെ ഒക്കെ ഇറങ്ങി ഓടും. അതുപോലെ തന്നെ ഈ പുതിയ ഗ്രാമത്തിലേക്ക് വന്നപ്പോഴും ഈ കുട്ടി ആ രാത്രിയിൽ എവിടെയൊക്കെ ഇറങ്ങി ഓടി. UK ആണെങ്കിൽ പെട്ടെന്ന് അന്നയെ കാണുന്നില്ല, കാരണം പുതിയ സ്ഥലമാണല്ലോ. ഇവള് എവിടെ പോയി എന്നറിയാതെ ആ രാത്രിയിൽ അവളും ഇവളെ തെരഞ്ഞിറങ്ങി. അതേസമയം തന്നെ നമ്മുടെ അന്നയുണ്ടല്ലോ, അവളൊരു കുഞ്ഞു പൂച്ചേനെ കണ്ടിട്ട് അതിന്റെ പുറകെ ഓടിയതായിരുന്നു. അങ്ങനെ ഈ കുട്ടി ഓടിയിട്ട് ഒരു ചെറിയൊരു തൂക്കുപാലം പോലെ ഒരു സംഭവത്തിന്റെ മുകളിലേക്ക് എത്തുമ്പോഴായിരുന്നു അവിടെ ഇവളൊരു കാഴ്ച കാണുന്നത്. എന്താണെന്നാൽ
ഒരുമാതിരി ഒരു ചെകുത്താന്റെ രൂപമുള്ള ഒരു മനുഷ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. ഇതങ്ങനെ ഈ കൊച്ചിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അവിടെ നിന്നു. നമ്മുടെ അന്നയ്ക്കാണെങ്കിൽ ഒരു കുലുക്കുമില്ല. അതിനെ കണ്ടിട്ട് അവൾക്കൊരു പേടി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മിഠായി എടുത്തിട്ട് ഈ ചെകുത്താന് കൊടുത്തു. അതാണെങ്കിൽ അന്നയുടെ കയ്യിൽ നിന്ന് ഈ മിഠായി വാങ്ങിയിട്ട് പകരം അന്നയ്ക്ക് എന്താ കൊടുത്തേന്ന് അറിയോ? അതിന്റെ വായിലായിട്ട് ഒരു മനുഷ്യന്റെ വിരലുണ്ടായിരുന്നു. ഈ ചെകുത്താൻ അത് എടുത്തിട്ട് നമ്മുടെ അന്നയുടെ കയ്യിൽ കൊടുത്തു. അതേസമയം തന്നെ നമ്മുടെ യൂക്കി ആണെങ്കിൽ അന്നയെ തപ്പിയിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ യൂക്കി അന്ന ഉണ്ടായിരുന്ന ആ ഒരു തൂക്കുപാലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തി. അവള് വന്ന് നോക്കുമ്പോഴേക്കും ഇവളിങ്ങനെ അന്തം വിട്ടിട്ട് ആ പാലത്തിന്റെ മുകളിൽ ഇരിക്കുമായിരുന്നു. മാത്രമല്ല യൂക്കി അങ്ങോട്ട് എത്തുമ്പോഴേക്കും ആ ചെകുത്താൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അന്നയെ പക്ഷേ ഈ ചെകുത്താൻ ഉപദ്രവിക്കോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ഈ അന്ന അങ്ങനെ സംസാരിക്കൊന്നും ചെയ്യാത്തോണ്ട് ഇതിനെ കണ്ട വിവരമൊന്നും ഈ യൂക്കിനോട് ഇവള് പറയുന്നില്ല. അതേസമയം തന്നെ വെള്ളടി പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയ്ഗോ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ യൂക്കി അവിടെ ഉണ്ടായിരുന്നു. അവൻ വന്ന പാടെ തന്നെ യൂക്കി ആ വാതിലിന്റെ അടുത്തായിട്ട് ആരും രക്ഷപ്പെട്ടു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇവന് കാണിച്ചു കൊടുത്തു. അത് കണ്ടിട്ട് ഡെയ്ഗോ ഇവളോട് അത് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും എഴുതി വെച്ചതായിരിക്കും, നീ അത് കാര്യമൊന്നാക്കി എടുക്കണ്ട എന്ന് പറയും. എന്നിട്ട് ഇവള് നമ്മുടെ അന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഇൻസിഡന്റ് ഡെയ്ഗോയോട് പറയും. അത് കേട്ടിട്ട് ഡെയ്ഗോ ഓ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അന്നയെ കാണാൻ വേണ്ടിട്ട് അവൾ ഉറങ്ങുന്ന ആ റൂമിലേക്ക് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും അന്ന ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡെയ്ഗോയെ കണ്ടപാടെ തന്നെ അന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പെട്ടി എടുത്തിട്ട് ഡെയ്ഗോയുടെ കയ്യിലേക്ക് കൊടുക്കും. അത് കണ്ട ഡെയ്ഗോ ഇതെന്താടി നീ എനിക്ക് ഗിഫ്റ്റ് തന്നതാണോ എന്ന് ചോദിച്ചിട്ട് ആ പെട്ടി വാങ്ങിയിട്ട് അത് തുറന്ന് നോക്കുമ്പോഴായിരുന്നു നേരത്തെ ആ ചെകുത്താൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ വിരലുണ്ടല്ലോ അത് ഈ കുട്ടി അതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപാടെ തന്നെ നമ്മുടെ ഡെയ്ഗോ ഞെട്ടി. കാരണം ഇവളുടെ കയ്യിൽ ഒരു മനുഷ്യന്റെ വിരൽ ഇത് എവിടുന്ന് വന്നു, ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് അന്നയോട് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും ആ കൊച്ചാണെങ്കിൽ വാ തുറന്ന് ഒന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു കരടി വേട്ടയ്ക്ക് പോകുന്നതായിരുന്നു. ഡെയ്ഗോയും അവരുടെ കൂടെ പോകാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവന്മാരെല്ലാരും കൂടിയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഈ കരടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തേക്കായിട്ട് പോയി. അത് കണ്ടിട്ട് ഡെയ്ഗോ ഞാൻ ആരുടെ കൂടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈക്കിൾ പറയും നീ ഒരു കാര്യം ചെയ്യും, നീ വില്യമിന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ മൈക്കിളിന്റെ അനിയനായിട്ടുണ്ടായിരുന്ന വില്യമിന്റെ കൂടെ ഇവനെ അയക്കും. അങ്ങനെ ഇവന്മാര് രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴായിരുന്നു വില്യം ഡെയ്ഗോയോട് പറയുന്നത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്, നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ട്. അത് കേട്ട ഡെയ്ഗോ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് ഇത് നിനക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാവും, വെറുതെ വെടിവെച്ച് കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെയ്ഗോ ആ തോക്കുമായിട്ട് ഇങ്ങനെ മുന്നിൽ നടക്കുമായിരുന്നു. പെട്ടെന്നാണ് ആ വലിയ കരടി നമ്മുടെ ഡെയ്ഗോയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ദേഹത്തേക്കായിട്ട് ചാടി വീണത്. ഡെയ്ഗോയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഈ ഇത്രയും വലിയൊരു കരടിയെ കണ്ടതിന്റെ ഷോക്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നില്ല. അത് കണ്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ വില്യം അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് നമ്മുടെ കരടിയെ അവിടെ വെച്ചിട്ട് വെടിവെച്ച് കൊന്നു. നമ്മുടെ ഡെയ്ഗോയ്ക്കാണെങ്കിൽ അപ്പോഴും എന്താ സംഭവിച്ചെന്ന് പോലും ഒരു പിടിയില്ലായിരുന്നു. എന്നിട്ട് ഈ വില്യം ബാക്കിയുള്ള എല്ലാവരോടും ഫോൺ ചെയ്തിട്ട് ഞാൻ കരടിയെ കൊന്നു എന്ന് അറിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാരും കൂടിയിട്ട് ഈ വേട്ടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നവർക്കെല്ലാം ആഹാരം തയ്യാറാക്കുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കായിട്ട് വേറൊരു സ്ത്രീ വന്നിട്ട് പറയും അവർക്ക് കരടിയെ കിട്ടിയെന്ന്. അത് കേട്ടിട്ട് അവർക്ക് എല്ലാം തന്നെ സന്തോഷാകുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വയസ്സായ സ്ത്രീ പറയും അത് വളരെ നന്നായി, നമ്മുടെ ജിൻകോട്ടയ്ക്ക് ശാന്തി ലഭിച്ചു എന്ന്. അപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് പറയുന്നത് വെറുതെ പുളു അടിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആ തള്ള മരിക്കണം എന്നായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ സ്ത്രീകളും ഇവളോട് പറയും നീ വെറുതെ മരിച്ചവരെ കുറിച്ചിട്ട് അപവാദം പറയരുത്, അവർ ഈ ഗ്രാമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്, നീ എന്തിനാണ് വെറുതെ അവരെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കേട്ടിട്ട് അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതൊക്കെ കേട്ടിട്ട് യൂക്കിക്ക് ഇതെന്താപ്പാ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളൊരു ഭാവമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഇവർക്ക് ഈ കരടിയെ കിട്ടിയല്ലോ, ഇവന്മാരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കരടിയുടെ വയറ് കീറിയിട്ട് അതിന്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് അതെല്ലാം കീറി മുറിച്ചിട്ട് ഈ മുത്തശ്ശിയുടെ എന്തെങ്കിലും സംഭവങ്ങൾ ഈ കരടിയുടെ വയറ്റിലുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഈ മുത്തശ്ശിയുടെ എന്തോ ഒരു ലോക്കറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇവർ കാണുന്നത്. എന്നിട്ട് അവന്മാരെല്ലാരും കൂടിയിട്ട് നമ്മുടെ ഡെയ്ഗോയോട് പറയും ഇപ്പോൾ മനസ്സിലായില്ലേ ഈ കരടി തന്നെയാണ് നമ്മുടെ മുത്തശ്ശിയെ കൊന്നതെന്ന്. എന്നിട്ട് ഇവന്മാരെല്ലാരും കൂടിയിട്ട് ഈ കരടിയുടെ ചുറ്റും ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതിന്റെ പച്ച മാംസം ഉണ്ടല്ലോ അതെല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് തിന്നാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് നമ്മുടെ ഡെയ്ഗോയ്ക്ക് ഇവന്മാർക്കെല്ലാം ഇതെന്താ പ്രാന്തായോ എന്ന് തോന്നും. നമ്മുടെ മൈക്കിളാണെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഡെയ്ഗോയ്ക്കും കൊണ്ടു കൊടുക്കും. എന്നിട്ട് അവനോട് പറയും നിങ്ങൾ ഇത് എന്തായാലും കഴിക്കണം, അങ്ങനെ കഴിച്ചാൽ മാത്രമേ നമ്മുടെ മുത്തശ്ശിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുള്ളൂ എന്ന്. ഇത് വേണ്ടാന്ന് ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞിട്ട് അവനിത് നമ്മുടെ ഡെയ്ഗോയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഡെയ്ഗോയ്ക്കാണെങ്കിൽ ഇത് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൻ അതെടുത്ത് വായിലേക്ക് ഇടുന്നുണ്ട്. എന്നാൽ അവൻ മറ്റുള്ളവരിത് കാണാതെ പുറകോട്ടേക്ക് തുപ്പിക്കളഞ്ഞു. അങ്ങനെ ഈ സീൻ ഇവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഡെയ്ഗോയും യൂക്കിയും അന്നയും കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കാറിലൂടെ പോവുകയായിരുന്നു. ഡെയ്ഗോ നമ്മുടെ യൂക്കിനോട് പറയുന്നുണ്ട് ഇന്ന് എന്നെ ഒരു
കരടി ആക്രമിച്ചു, അതെന്നെ ശരിക്കും കൊല്ലുന്നാണ് ഞാൻ കരുതിയെന്നൊക്കെ. അത് കേട്ടിട്ട് യൂക്കി നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ചാകില്ല എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. കൂടാതെ അന്നയ്ക്ക് ഈ നാട് ഇഷ്ടായോ നോക്കി യൂക്കിയോട് നമ്മുടെ ഡെയ്ഗോ ചോദിക്കുന്നുണ്ട്. മാത്രല്ല അന്നേനെ എന്നായിരിക്കും ഒന്നും മിണ്ടുക, അവൾ എന്നോട് ക്ഷമിച്ചോ ആവോ എന്നൊക്കെ ഡെയ്ഗോ നമ്മുടെ യൂക്കിനോട് വിഷമത്തോടെ പറയുന്നുണ്ട്. അത് കേട്ട യൂക്കി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ അന്നയ്ക്ക് മുൻപ് എന്തോ ഒരു പാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോഴായിരുന്നു നമ്മുടെ ഡെയ്ഗോയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. വിളിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ആരും ആയിരുന്നില്ല, ഡെയ്ഗോയുടെ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഡെയ്ഗോയോട് പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വിരലുണ്ടല്ലോ അത് ഞാൻ പരിശോധിച്ചു നോക്കി, എന്തായാലും അത് ജിൻഗോട്ടോയുടെ വിരലല്ല, അവരുടെ DNA ആയിട്ട് ഈ വിരൽ മാച്ച് ആകുന്നില്ല. മാത്രല്ല ഇത് ആരുടെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യും. അങ്ങനെ ഇവർ ഈ കാറിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലൂടെ ഒരു പെൺകൊച്ച് നടന്നു വരുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് ഈ ജിൻഗോട്ടെ മുത്തശ്ശി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരിയുടെ സംസ്കാര ചടങ്ങുകളാണ്. അതിനായിട്ട് ഈ ഗോട്ടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഒരു വെളുത്ത ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ മുഖമൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നു. ഒരു മണിയൊക്കെ മുട്ടിയിട്ട് ഈ മുത്തശ്ശിയുടെ ഫോട്ടോയും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് നടന്നു പോവുകയായിരുന്നു. അവരുടെ കയ്യിലായിട്ട് ഈ മുത്തശ്ശിയുടെ മൃതദേഹം അടങ്ങുന്ന ഒരു പെട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ നടന്നു പോകുന്ന അതേ സമയത്ത് തന്നെ അതിന് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ ഡെയ്ഗോയും യൂക്കിയും അന്നയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അന്നയുടെ അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ ഈ സ്കൂളിലുള്ള ഒരു സാറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരിങ്ങനെ നടന്നു പോകുന്നത് നമ്മുടെ ഡെയ്ഗോയൊക്കെ കാണുന്നത്. അപ്പോൾ അവിടുത്തെ സാറ് ഈ ഡെയ്ഗോയോട് പറയുന്നുണ്ട് അത് ജിൻഗോട്ടെ മുത്തശ്ശിയുടെ വിലാപയാത്രയാണെന്ന്. എന്നിട്ട് ആ സ്കൂളിലുള്ള പിള്ളേരൊക്കെ നമ്മുടെ അന്നയും കൂട്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അതേസമയം യൂക്കിയും ഡെയ്ഗോയും തിരിച്ചു പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഡെയ്ഗോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്നാൽ ഇവരിങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നല്ലോ വിലാപയാത്രയായിട്ട്. അങ്ങനെ അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മൈക്കിൾ അവന്റെ കൂട്ടത്തിലുള്ളവരോട് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഇതിലിപ്പോ 15 പേരാണ് വേണ്ടത്, ഇതിപ്പോ 16 പേരുണ്ട്, ഒരാൾ അധികമുണ്ട്, അപ്പൊ ആരാ ഒരാള്, എല്ലാവരും മുഖത്തുനിന്ന് കവർ മാറ്റി ആ ഒരാൾ ആരാന്ന് എനിക്ക് അറിയണല്ലോ എന്ന് പറയും. അങ്ങനെ ഇവന്മാരെല്ലാം മുഖത്ത് മൂടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കവർ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നാൽ അതിലൊരാൾ മാത്രം ഈ കവർ എടുത്ത് മാറ്റാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മൈക്കിള് അയാളുടെ അടുത്ത് പോയിട്ട് ഇത് ആരാ എന്ന് അറിയണല്ലോ. അങ്ങനെ നോക്കുമ്പോഴായിരുന്നു നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവളായിരുന്നു അത്. അവളെ കണ്ടപ്പാടെ മൈക്കിള് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, നീ ഇവിടുന്ന് പോയതല്ലേ, ഈ പരിപാടിയിൽ കുടുംബാംഗങ്ങൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ, നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. അത് കേട്ടിട്ട് അവള് നീയൊക്കെ കാരണാണെടാ ഞാൻ നാട് വിട്ടു പോയതെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് അടിയാക്കാൻ തുടങ്ങും. ഇതെല്ലാം തന്നെ ദൂരെ നിന്നും നമ്മുടെ ഡെയ്ഗോ കാണുന്നുണ്ടായിരുന്നു. അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെയ്ഗോ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഈ മുത്തശ്ശിയുടെ മൃതദേഹം വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ അത് ഇവള് ചവിട്ടിയിടും. ആ ചവിട്ടില് ഇതിന്റെ മൂടി അങ്ങ് തെറിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഡെയ്ഗോയോട് ഇവള് പറയും കണ്ടില്ലേ ഇതിനകത്ത് മൃതദേഹമൊന്നുമില്ല, ഇവന്മാര് ചുമ്മാ ചുമന്നുകൊണ്ട് പോകുന്നതാ. ആ മൃതദേഹം എങ്ങോട്ടാ പോയെന്നറിയോ, അതൊക്കെ ഇവന്മാരുടെ വയറ്റിലാണുള്ളത്, ഇവന്മാരെല്ലാം തന്നെ നരഭോജികളാണ്. ഇത് കേട്ടിട്ട് ഡെയ്ഗോ നീ എന്താ ഈ പറയുന്നേന്ന് ചോദിക്കും. അത് കേട്ടിട്ട് മറ്റുള്ളവരെല്ലാം തന്നെ ഇവളോട് ദേഷ്യപ്പെടും. നീ ഞങ്ങളുടെ പരിപാടി എല്ലാം തന്നെ അലമ്പാക്കി, വേഗം മുത്തശ്ശിയോട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന ആ ഒരു മുടിയനുണ്ടല്ലോ അയാള് ഇവളെ തല്ലാൻ ഒങ്ങുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു 2 മീറ്ററിനടുത്ത് പൊക്കമുള്ള ഒരു മനുഷ്യൻ, അയാളും ഇവരെ പോലെ തന്നെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുഖമൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് ഈ മുടിയന്റെ മുടിയുണ്ടല്ലോ അത് പിഴുതിട്ട് ദൂരേക്ക് എറിയും. ഇത് കണ്ടിട്ട് ഡെയ്ഗോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്. എന്തോ ഒരു ഭീകരജീവിനെ നോക്കി കാണുന്നത് പോലെ എല്ലാവരും തന്നെ ആ മനുഷ്യനെ നോക്കി. എന്നാൽ അതിന്റെ മുഖമൊന്നും അങ്ങനെ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. പക്ഷെ കയ്യിലും കാലിലും ഒക്കെ ഭയങ്കരമായിട്ട് നഖമൊക്കെ വളർത്തിയിട്ട് ഏകദേശം ഒരു മൃഗത്തിനെ പോലെ ഉണ്ടായിരുന്നു. അതേ മുടിയനെ അടിച്ചിട്ടിട്ട് ആ പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അവളുടെ വയറിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴായിരുന്നു നമ്മുടെ മൈക്കിള് അതിനെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്നിട്ട് ഡെയ്ഗോയോട് പെട്ടെന്ന് ആ പെൺകുട്ടീനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ ഈ ഡെയ്ഗോയുടെ കൂടെ ഓടിപ്പോയി. ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഡെയ്ഗോ ഇവളെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടിയിട്ട് കാറിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഡെയ്ഗോ അവളോട് ചോദിക്കുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് അവരെല്ലാം തന്നെ നരഭോജികളാണെന്ന്, അത് സത്യമാണോന്ന്. ഇത് കേട്ട അവള് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, എൻഡോ കാനിബലിസമാണിത്. അതായത് ഈ മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ ഭക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഈ മരിച്ചവർക്ക് ശാന്തി കിട്ടുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അവർ ഈ മരിച്ച ആൾക്കാരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് പകരം ഭക്ഷിക്കും. അങ്ങനെ ചെയ്താൽ ഈ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ ആത്മാവ് ഇത് ഭക്ഷിച്ചിട്ടുള്ള ആൾക്കാരിലൂടെ ജീവിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നിട്ട് അവള് ഡെയ്ഗോയോട് പറയും എന്റെ അച്ഛനെ കാണാതായത് മുതൽ ഞാൻ ഇതിനെ കുറിച്ചൊരു ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. 1950കളിൽ ഇങ്ങനെ എൻഡോ കാനിബലിസം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പാടാണ്. ശരിക്കും പറഞ്ഞാല് ഈ കാണാതായിട്ടുണ്ടായിരുന്ന ഒരു പോലീസുകാരനില്ലേ ഡാനി, ആളുടെ മകളാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്നത്. അവളുടെ പേര് സമീറ എന്നാണ്.
കൂടാതെ അവളുടെ അച്ഛൻ ഈ ഗോട്ടകളെല്ലാം തന്നെ നരഭോജികളാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടെന്നും അച്ഛൻ ഒരിക്കലും ചൂതാട്ടം കളിച്ചിട്ടില്ലെന്നും അവൾ പറയുന്നുണ്ട്. അച്ഛനെ കാണാതായത് മുതൽ ഈ നാട്ടുകാരെല്ലാം തന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് വേണ്ടാത്ത കഥകളെല്ലാം തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് അവൾ അവളുടെ അച്ഛനെ കണ്ടപ്പോൾ അദ്ദേഹം ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗോട്ടകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവള് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരാരും ഇവള് വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവള് ഡെയ്ഗോയോട് പറയും, ഈ ഗോട്ടകള് അവരുടെ പ്രവർത്തികൾ ഒന്നും ശരിയല്ല, അവരെന്തോ ഒളിക്കുന്നുണ്ട്. അത് കേട്ട ഡെയ്ഗോ, നിന്റെ അച്ഛനെ കാണാതായിട്ട് ഇപ്പോൾ 2 ആഴ്ചയായല്ലോ, അദ്ദേഹത്തെ അവര് തടവിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടാവും. എന്നിട്ട് അവള് ഈ ഗോട്ടകള് ചില്ലറക്കാരല്ല, അവരോട് മുട്ടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ഡെയ്ഗോയ്ക്ക് ഒരു ഉപദേശവും കൊടുത്തിട്ട് അവിടെ നിന്നും പോകും. ഡെയ്ഗോ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗോട്ടകളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഈ ഗോട്ടകളുടെ കൂട്ടത്തിലുള്ള ഒരു തൊപ്പിക്കാരനുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരനെ നമ്മുടെ ഡെയ്ഗോ കാണുന്നുണ്ട്. ഇത് ഗോട്ടകളുടെ ഏരിയ ആണ്, പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടോന്ന് ആള് നമ്മുടെ ഡെയ്ഗോനോട് പറയും. അത് കേട്ട ഡെയ്ഗോ, ഡാനിനെ കാണാതായിട്ട് ഇപ്പോൾ കുറച്ചു നാളായാലോ, അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗോട്ടകളുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് അവനോട് പറയും. അത് കേട്ടിട്ട് ഈ തൊപ്പിക്കാരൻ, ഞങ്ങള് ഡാനിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇയാൾക്ക് കാണിച്ചു കൊടുക്കും. നോക്കുമ്പോഴേക്ക് ആ വീഡിയോയിൽ നമ്മുടെ ഡാനി ഗോട്ടകളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നിട്ട് അവിടെ ഉള്ളവരെ എല്ലാം തന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. കൂടാതെ അതിന്റെ അവസാനം ഈ ഡാനി അവിടെ നിന്നും കാറെടുത്ത് പോകുന്നതും ഈ വീഡിയോയിലുണ്ട്. ഇത് കാണിച്ചിട്ട് ഈ തൊപ്പിക്കാരൻ നമ്മുടെ ഡെയ്ഗോനോട് പറയും, കണ്ടോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, കുറെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോയി. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാലോ ഡാനിക്ക് നല്ല മുഴുത്ത വട്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡെയ്ഗോ ഈ തൊപ്പിക്കാരനോട് പറയും, എന്തായാലും തെളിവ് കാണിച്ചതിന് നന്ദി, പക്ഷെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഈ തൊപ്പിക്കാരൻ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെയ്ഗോനെ അവിടെ നിന്നും വിടും. പക്ഷെ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഡെയ്ഗോയുടെ മനസ്സിൽ ഈ ഡാനി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകളായിരുന്നു. നീയെല്ലാം മനുഷ്യരെ തിന്നുവല്ലടാ, നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം തന്നെ ഞാൻ കണ്ടുപിടിച്ചു, അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഡാനി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ നമ്മുടെ യൂക്കി അന്നയെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരികയായിരുന്നു. അപ്പൊ ഈ സ്കൂളിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയുടെ അമ്മയും യൂക്കിയുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അവര് ഈ യൂക്കിനോട് പറയും, നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ പോലീസുകാരൻ, അദ്ദേഹം ഗോട്ടകളുടെ കൂടെ കൂടിയെന്ന് കേട്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു കൂട്ടുകെട്ട് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത്, അവരൊരു കൂട്ടം കാട്ടാളന്മാരാണ്, അവര് സാധാരണക്കാരെ പോലെയല്ല എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് യൂക്കിക്ക് ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നുള്ള ഒരു ഭാവമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ഡെയ്ഗോ ഗോട്ടോകളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യം ഈ തൊപ്പിക്കാരൻ മൈക്കിളിനെ വിളിച്ചിട്ട് അറിയിക്കുന്നുണ്ട്. മൈക്കിളാണെങ്കിൽ ജിൻഗോട്ടെ മുത്തശ്ശിയുടെ സംസ്കാരം നടക്കുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ശരിക്കും പറഞ്ഞ ഒരു ശവപ്പറമ്പ് തന്നെയായിരുന്നു, ഒരുപാട് മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെയ്ഗോ ഇവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് മൈക്കിള് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയും. ഇത് കേട്ടപാട് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു മുടിയനുണ്ടല്ലോ, അവൻ ആ പോലീസുകാരനെ ഞാൻ ഇന്ന് തീർക്കുന്നു പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും വീട്ടിലേക്ക് പോകും. ഇത് കണ്ട മൈക്കിൾ അവനെ തടഞ്ഞിട്ട്, അവനൊരു പോലീസ് ഓഫീസറാണ്, നീ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട, ഇത് വലിയ പ്രശ്നമാകും, അവനെ പൂട്ടാൻ നമുക്ക് വേറെ വഴി നോക്കാന്ന് അവനോട് പറയുന്നുണ്ട്. എന്നാൽ ഈ മുടിയനാണെങ്കിൽ നമ്മുടെ മൈക്കിൾ പറയുന്നതൊന്നും കേൾക്കാതെ രണ്ടുപേരെയും കൂട്ടിയിട്ട് നേരെ ഇവരുടെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. എന്നാൽ അപ്പോഴേക്കും തന്നെ ഈ ഗോട്ടോകളുടെ വീട്ടിലേക്ക് നമ്മുടെ ഡെയ്ഗോ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെയുള്ള വാതിലൊക്കെ മുട്ടിയിട്ട് പോലീസുകാരനാണ് വാതിൽ തുറക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ ഡാനി വന്ന ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരാൾ വീഡിയോ എടുക്കുന്നത്, അതുപോലെ തന്നെ അവിടെ ഉള്ളിൽ നിന്നിട്ടും ആരോ നമ്മുടെ ഡെയ്ഗോയുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ നമ്മുടെ മുടിയനും ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവര് വന്ന പാടെ ഡെയ്ഗോനോട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കിക്കോ, ഇല്ലെങ്കിൽ നിന്നെ തീർത്ത് കളയെന്ന് പറഞ്ഞിട്ട് ഡെയ്ഗോനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട ഡെയ്ഗോ, അതെന്താ എന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാൻ നിങ്ങൾക്ക് ഇത്ര തിടുക്കം, ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവരോട് ചോദിക്കും. ഇത് കേട്ട മുടിയൻ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഞങ്ങൾക്കറിയാം, ഡാനിനെ ഞങ്ങൾ കൊന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ, ഈ കാര്യം കേട്ട് ഞങ്ങൾ മടുത്തു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വിട്ടോന്ന് പറഞ്ഞിട്ട് ഡെയ്ഗോയെ വെടിവെക്കാനായിട്ട് തോക്ക് ചൂണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഡെയ്ഗോ നമ്മുടെ മുടിയനെ വെല്ലുവിളിച്ചിട്ട്, ഞാനൊരു പോലീസുകാരനാണ്, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്കുള്ള പണി ഞാൻ തരുമെന്ന് പറയും. എന്നിട്ട് ഈ മുടിയന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്കുണ്ടല്ലോ അത് പിടിച്ചു വാങ്ങിയിട്ട് മറ്റുള്ളവരെ നേരെ ചൂണ്ടും. അപ്പോൾ ഈ മുടിയൻ വന്നിട്ട് ഡെയ്ഗോനോട്, നിനക്ക് അത്രയ്ക്ക് വെടിയുണ്ടെങ്കിൽ നീ എന്നെ വെടിവെക്കടാന്ന് പറയും. എന്നിട്ട്, നീ ഇങ്ങോട്ടേക്ക് എന്തിനാ സ്ഥലം മാറി വന്നതെന്ന് എനിക്കറിയാം, നീ ഒരുത്തിനെ കൊന്നിട്ടല്ലടാ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെയ്ഗോനെ ദേഷ്യം പിടിപ്പിക്കും. അങ്ങനെ ഇവരെല്ലാം കൂടിയിട്ട് അവിടെ നിന്ന് അടികൂടാൻ തുടങ്ങും. ഡെയ്ഗോ ആണെങ്കിൽ എല്ലാറ്റിനും നല്ലതുപോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവന്മാരെല്ലാം അടിച്ചിട്ടിട്ട് നമ്മുടെ ഡെയ്ഗോ അവരോട് പറയും, ഡാനിക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറയും. അത് കേട്ടിട്ട് അതിലൊരുത്തൻ, നീ ഇപ്പോൾ കൈവച്ചേക്കുന്നത് ഗോട്ടകളുടെ ദേഹത്താണ്, ഇതിനുള്ള പണി അയാൾ നിനക്ക് തന്നിരിക്കും, കൂകിലെ നിയമങ്ങളിൽ ഒന്ന് ഗോട്ടകളുമായിട്ട് ഏറ്റുമുട്ടരുതെന്നാണ്.
അതാണ് നീ തെറ്റിച്ചേക്കുന്നത്. അതിനുള്ള പണി നിനക്കും നിന്റെ കുടുംബത്തിനും നല്ല വെടിപ്പായിട്ട് തന്നെ കിട്ടും. ഇത് കേട്ട ഡെയ്ഗോയ്ക്ക് നല്ല ദേഷ്യം കയറുന്നുണ്ട്. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി പൊട്ടിക്കും. അതേസമയം തന്നെ നമ്മുടെ യുക്കിനെയും അന്നയെയും കാണിക്കുന്നുണ്ട്. അവരിങ്ങനെ നടന്നിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരവരുടെ വീട്ടിലേക്ക് കയറുമ്പോഴേക്കും ഈ മൈക്കിളും വില്യമും മറ്റുള്ള എല്ലാ ഗോട്ടേഴ്സും ആ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആരാ, നിങ്ങളെന്താ ഇവിടെയെന്ന് നമ്മുടെ യുക്കി ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഞങ്ങളെല്ലാം ഗോട്ടേകളാണ്, നിന്റെ പോലീസുകാരൻ ഹസ്ബൻഡ് ഉണ്ടല്ലോ ആളൊരു പണി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെല്ലാം തോക്കും എടുത്തിട്ട് അവിടെ നിൽപ്പുണ്ട്. അതിനുശേഷം അവിടെ എന്താ സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഡെയ്ഗോ ഈ മുടിയനെയും മറ്റുള്ള എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഡെയ്ഗോയുടെ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോക്ടർ ഇല്ലേ, അയാള് ഈ ഡെയ്ഗോയുടെ ഫോണിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കോള് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാള് ഈ ഡെയ്ഗോയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെയിൽ അയക്കും. അയാൾ ഈ മെസ്സേജിൽ പറയുന്നത്, നിങ്ങൾ നേരത്തെ ഒരു വിരൽ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ആരുടെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് ഈ കാണാതായിട്ടുണ്ടായിരുന്ന ഡാനി ഉണ്ടല്ലോ ആ ഒരു പോലീസുകാരൻ, അയാളുടേതാണ്. ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും കാണിക്കുന്നത് ഡെയ്ഗോയെയാണ്. അവനെയും മുടിയനെയും മറ്റുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ജീപ്പിലിട്ട് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് ഈ ഗോട്ടകളുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുറെ മുത്തശ്ശികളും മുത്തശ്ശന്മാരും ഒക്കെ ഉണ്ട്. അവര് നമ്മുടെ ഡെയ്ഗോയുടെ അടുത്തേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇവര് ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം തന്നെ പൊറുക്കണം എന്ന് പറയുന്നത്. കൂടാതെ ഗോട്ടകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് അവര് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഡെയ്ഗോ അയാളോ ദേ പിന്നെ അയാളെന്ന് പറയുന്നു. നിങ്ങളിത് ആരെ കുറിച്ചിട്ടാ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോഴാ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മുത്തശ്ശി നമ്മുടെ ഡെയ്ഗോ നിൽക്കുന്നതിന്റെ പുറകിലേക്കായിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചൂണ്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെകുത്താനുണ്ടല്ലോ, അയാള് ഒരു അരിവാൾ വെച്ചിട്ട് നമ്മുടെ ഡെയ്ഗോയുടെ നെറ്റിയിലായിട്ട് ഒറ്റ വെട്ട്. ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഡെയ്ഗോയെ ആരോ വലിച്ചോണ്ട് പോകുന്നതാണ്. അവന്റെ ഫോണാണെങ്കിൽ അവിടെ മിസ്സായിട്ട് വീഴുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഗാനിബൽ എന്ന ഈ സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. 3ാമത്തെ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ അന്നയുണ്ടല്ലോ, അവള് ഈ പാരന്റ്സ് മീറ്റിംഗിന്റെ ഇടയിൽ അവളുടെ അച്ഛനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ വായിക്കുകയായിരുന്നു. അതിൽ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അവളുടെ അച്ഛനൊരു പോലീസുകാരനാണ്, ആൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ്. കൂടാതെ അവളുടെ അച്ഛനൊരു റൗഡിയാണ്, എല്ലാവരെയും അച്ഛൻ അടിക്കും തൊഴിക്കും ഒക്കെ ചെയ്യുന്നൊക്കെ അവൾ വായിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് എല്ലാവരുടെ മുന്നിലും നമ്മുടെ യൂക്കി ആകെ നാണം കെടുന്നുണ്ട്. എടി അങ്ങനെയൊന്നും അച്ഛനെ കുറിച്ച് പറയില്ലേ എന്ന് യൂക്കി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അന്ന ചിരിച്ചുകൊണ്ട് വീണ്ടും അച്ഛനെ കുറിച്ചിട്ട് എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയ്ഗോ സ്വന്തം മകള് തന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു പാർക്കിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിലൂടെ ആയിട്ട് ഒരു പയ്യൻ പോകുന്നുണ്ട്. അവനെ കണ്ടപാടെ തന്നെ നമ്മുടെ അന്ന ചേട്ടാന്ന് വിളിച്ചിട്ട് അവന്റെ അടുത്തേക്ക് ഓടുന്നു. ഇത് കണ്ട ഡെയ്ഗോ പെട്ടെന്ന് തന്നെ അന്നയെ പിടിച്ചിട്ട് അവളെ യൂക്കിനെ ഏൽപ്പിച്ചിട്ട് ഈ പയ്യന്റെ പിന്നാലെ ഓടി. എന്നിട്ട് അവനോട്, നീ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയേക്കുവല്ലടാ, ഇനി മേലാൻ അന്നയുടെ കൺമുന്നിൽ പോലും നീ വന്നേക്കരുത് എന്നൊക്കെ അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സംഭവം ഈ പയ്യൻ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാത്രല്ല അവൻ നമ്മുടെ അന്നയെയും വശത്താക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ അന്നയെ മാത്രം ഉപദ്രവിക്കുന്നില്ല. അതിനവൻ പറഞ്ഞ കാരണം, അന്നയെ ഞാനൊന്നും ചെയ്യില്ല, അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നാണ്. ആ ഒരു സമയത്താണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയേക്കുവാണ്. ഇവൻ ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഈ സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പോലീസുകാർ സ്വാഭാവികമായിട്ടും ഇവനെ തന്നെയായിരിക്കും സംശയിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡെയ്ഗോയും അവന്റെ ഒരു ഓഫീസറും ഇവനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിന് ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ഡെയ്ഗോയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരു 8 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഈ പയ്യന്റെ ഫ്ലാറ്റിലേക്ക് കയറി പോയിട്ടുണ്ടെന്ന്. അത് കേട്ടിട്ട് നമ്മുടെ ഡെയ്ഗോ പെട്ടെന്ന് തന്നെ അവന്റെ ഫ്ലാറ്റിലേക്ക് ഓടിക്കയറുമ്പോഴേക്കും അത് നമ്മുടെ അന്നയായിരുന്നു. അത് കണ്ടപാടെ തന്നെ ഡെയ്ഗോ ഇവനിട്ടിട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങി. നീ എന്റെ കൊച്ചിനെ തൊടുവല്ലടാന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോൾ നമ്മുടെ അന്ന വന്നിട്ട് അവളുടെ അച്ഛനെ തടയുന്നുണ്ട്. കൂടാതെ ഞാൻ സ്വയം ഇങ്ങോട്ടേക്ക് വന്നതാണ്, ചേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഡെയ്ഗോ അതൊന്നും കേൾക്കാതെ തന്നെ അവന്റെ നെറ്റിയിലായിട്ട് വെടിവെച്ചിട്ട് അവനെ കൊല്ലുന്നുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് നേരിട്ട് കണ്ടതിന് ശേഷം നമ്മുടെ അന്ന സംസാരിച്ചിട്ടില്ല. മാത്രമല്ല അവൾക്ക് അവളുടെ അച്ഛനോട് കുറച്ചൊക്കെ ദേഷ്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡെയ്ഗോയെയാണ്. കാരണം നമ്മുടെ ഡെയ്ഗോയ്ക്ക് തലയിലായിട്ട് ഒരു വെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും അവന്റെ ചുറ്റും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു, യൂക്കിയും അന്നയും പിന്നെ അവിടെയുള്ള ജനങ്ങളും എല്ലാവരും. അപ്പൊ യൂക്കി പറയുന്നുണ്ട്, നിങ്ങൾ ബോധം കെട്ട് കിടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ജനങ്ങളാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് എടുത്ത് കൊണ്ടുവന്നതെന്ന്. കൂടാതെ മൈക്കിളും പിന്നെ അവന്റെ കൂട്ടത്തിലുള്ള കുറെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവനെ കണ്ടപാടെ തന്നെ ഡെയ്ഗോ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നീ ഇനി എന്നെ കൊല്ലാൻ വന്നേക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല യൂക്കിയോട് ഇവരെ നിന്നെ ഉപദ്രവിച്ചോന്ന് ചോദിക്കുമ്പോൾ യൂക്കി പറയുന്നത് അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല, പകരം അവര് നമ്മുടെ വീട്ടിൽ
വന്നിട്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വീടിന് കാവലിരിക്കുകയാണ് ചെയ്തത്. ആരോ നമ്മൾ ഉപദ്രവിക്കാൻ വരും, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേട്ടിട്ട് മൈക്കിളിനെ ഒരു സംശയത്തോടെ നമ്മുടെ ഡേഗോ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മൈക്കിളിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ മുന്നോട്ട് കയറി വന്നിട്ട് പറയുന്നത്, ഡേഗോ എന്നോട് ക്ഷമിക്കണം, എന്റെ ചേട്ടനാണ് നിങ്ങളെ വെട്ടിയത്, അവൻ സ്വമേധയാ പോലീസിന് കീഴടങ്ങിയിട്ടുണ്ടെന്ന്. അത് കേട്ട ഡേഗോ, നിന്റെ ചേട്ടനോ? ഏയ്, നിന്റെ ചേട്ടനൊന്നല്ല എന്നെ വെട്ടിയത്, എന്നെ വെട്ടിയത് വേറൊരുത്തനാ, ഒരു പടുകിളവൻ, കാട്ടുമൃഗത്തിനെ പോലെ മണവും കാണാനും അതേപോലെ തന്നെയുള്ള ഒരുത്തൻ. മാത്രല്ല എല്ലാവരും അവനെ അയാള് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട മൈക്കിള്, ഞങ്ങളുടെ കുടുംബത്തില് അങ്ങനെ ഒരുത്തൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡേഗോ, എടാ മൈക്കിള്, നീ എന്തിനാണ് നുണ പറയുന്നത്? അന്ന് ജിൻമുത്തശ്ശിയുടെ വിലാപയാത്രയിൽ വെച്ചിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ട് മൈക്കിള്, നിനക്ക് വെട്ടി കെട്ടിയിട്ട് വട്ടായി പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു നമ്മുടെ മൈക്കിള് പറയുന്നത്, എല്ലാവരും പോലീസിന് കീഴടങ്ങിയിട്ടില്ല, കുറച്ച് പേര് ഒളിവിലാണ്, അവരെന്തായാലും നിന്റെ അടുത്തേക്ക് വരും, നിന്നെ തീർക്കും, അതുകൊണ്ട് സൂക്ഷിച്ചോന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേഗോ, എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കാൻ പറ്റില്ല, ഈ ഒളിവിൽ പോയിട്ടുള്ള കുറേ ഉണ്ടല്ലോ, അവന്മാരെ എനിക്ക് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ഡേഗോ ശ്രദ്ധിക്കുന്നത് പുള്ളിക്കാരന്റെ ഫോൺ മിസ്സിംഗ് ആണ്. അതെവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന യൂക്കി അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഡേഗോയ്ക്ക് വെട്ട് കിട്ടിയതിന്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറെയും കൂട്ടിയിട്ട് ഡേഗോ അവിടെ നിന്നും പോയി. അതേ സമയം തന്നെ ഈ ഒളിവിലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ മുടിയനും കൂട്ടുകാരും, അവന്മാരുടെ കയ്യിൽ നമ്മുടെ ഡേഗോയുടെ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നേരത്തെ ആ ഡോക്ടർ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ, അത് ഇവന്മാര് കേൾക്കുന്നുണ്ട്. അതിൽ ഈ ഡോക്ടർ പറയുന്നത് ആ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന വിരലുണ്ടല്ലോ, അത് കാണാതായിട്ടുണ്ടായിരുന്ന പോലീസ് ഓഫീസർ ഡാനിയുടേതാണെന്നും കൂടാതെ ഈ വിരലിൽ നിന്നും മനുഷ്യന്റെ ഉമിനീര് കൂടി കണ്ടെത്തിയിട്ടുണ്ടെന്നും, അതായത് ഈ വിരല് ഏതൊരു മനുഷ്യൻ കടിച്ചെടുത്തിട്ടുള്ളതാണെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. ഇത് കേട്ടിട്ട് മുടിയൻ, ഇത് നല്ലതല്ല, ഇവൻ ഈ ഡോക്ടറിന് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഡേഗോ ഈ ഡോക്ടർക്ക് മെസ്സേജ് അയക്കുന്നത് പോലെ നമ്മുടെ മുടിയൻ ഇവന് മെസ്സേജ് അയക്കുവാണ്, എനിക്ക് നിങ്ങളോടൊന്ന് നേരിട്ട് സംസാരിക്കണമെന്ന്. ഈ മെസ്സേജ് കണ്ടിട്ട് ഡേഗോ ആണ് അയച്ചതെന്ന് കരുതിയിട്ട് ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ എന്റെ ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഡേഗോ ഹോസ്പിറ്റലിൽ നിന്നും നേരെ അവന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവൻ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഡാനിയുടെ മകളുണ്ടല്ലോ സമീറ, അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവള് ഡേഗോയെ കണ്ടപ്പോ തന്നെ തലയിൽ ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡേഗോ, അത് ഗോട്ടോകളോടൊന്ന് സംസാരിക്കാൻ പോയതാ, അപ്പൊ ചെറിയൊരു പണി കിട്ടിയെന്ന് പറയും. അയ്യോ, ഞാൻ കാരണമാണോ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നീ കാരണമൊന്നല്ല, ഇതെന്തായാലും എനിക്ക് കിട്ടും, മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അവന്മാരെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമായിട്ടുണ്ട്, അത് ചിലപ്പോ നിന്റെ അച്ഛന്റെ കാര്യമാവാനും സാധ്യതയുണ്ടെന്ന് ഇവൻ അവളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമീറ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്തിട്ട് ഡേഗോയ്ക്ക് കൊടുത്തിട്ട്, ഇത് അച്ഛന്റെ കോൾ ഹിസ്റ്ററി, അതിൽ അച്ഛന് അവസാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കോള് ഒരു അൺനോൺ നമ്പറിൽ നിന്നായിരുന്നു. മാത്രമല്ല സാറ്റലൈറ്റ് ഫോൺ യൂസ് ചെയ്തിട്ടാണ് ആ കോള് വിളിച്ചേക്കുന്നത്. അവൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആരും തന്നെ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് ഡേഗോ, ഓക്കെ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. അതേസമയം ഡേഗോയുടെ ജീവൻ ആപത്താണെന്ന് മനസ്സിലാക്കിയ യൂക്കി അവിടെ നിന്നും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഡേഗോ, നീയും അന്നയും എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ കൂടി ആപത്തിലാകും. കൂടാതെ ഞാൻ നിന്നോട് പറയാത്ത ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് അന്ന രാത്രിയിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് രാത്രി അവൾ എന്റെ കയ്യിലായിട്ട് അറ്റുപോയ ഒരു വിരല് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കരുതിയത് അത് ജിൻകോട്ടോ മുത്തശ്ശിയുടേതായിരിക്കുമെന്ന്, എന്നാൽ പരിശോധിച്ചപ്പോൾ അത് അവരുടേതല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഉള്ള സംശയം അത് കാണാതായിട്ടുണ്ടായിരുന്ന ആ പോലീസുകാരൻ ഡാനിയുടേതായിരിക്കുമെന്നാണ്. അത് കേട്ടിട്ട് യൂക്കിക്ക് നല്ല പേടിയാകുന്നുണ്ട്. അങ്ങനെ ഡേഗോ നമ്മുടെ യൂക്കിനെയും അന്നയെയും ആ കൂഗ് ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ഇനിയും അവരവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവനും കൂടി ആപത്താകുമല്ലോ. അങ്ങനെ ഇവർ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കാറിലൂടെ ഇങ്ങനെ പോകുന്നത് ഈ ചെകുത്താനുണ്ടല്ലോ, ആ കാട്ടുമൃഗത്തെ പോലുള്ളത്, അത് നോക്കിക്കാണുന്നതായിട്ടും നമുക്ക് സീനിൽ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഡേഗോയും യൂക്കിയും ഒക്കെ നേരെ ചെന്നിട്ടുണ്ടായിരുന്നത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. അവിടെ എത്തിയിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡേഗോ അവിടുത്തെ ചീഫിനോട് പറയുന്നുണ്ട്. അപ്പോൾ ചീഫ് പറയുന്നത് അവനൊരു വിരൽ കിട്ടിയ കാര്യവും പോലീസ് ഓഫീസറായിരുന്ന ഡാനിയുടേതാണോ അതെന്ന് സംശയിക്കുന്നുണ്ടെന്നും, മാത്രമല്ല ഈ ഗോട്ടോകളാണോ ഡാനിയെ അപായപ്പെടുത്തിയതെന്നും തനിക്ക് ഡൗട്ട് ഉണ്ടെന്നും ഒക്കെ ചീഫിനോട് പറയുമ്പോൾ ചീഫ് പറയുന്നത്, നീ വെറുതെ ഗോട്ടോകളോട് മുട്ടാൻ നിൽക്കേണ്ട, അവന്മാര് നീ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരല്ല, ഞാന് കൂകില് ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഗോട്ടോകളെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഇപ്പൊ നിന്നെ ഇവർ ഉപദ്രവിച്ച സ്ഥിതിക്ക് ഇനി നീ ഈ കേസിൽ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഡാനിയുടെ കേസ് മറ്റുള്ളവരോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചീഫ് ഉത്തരവിടുന്നുണ്ട്. അപ്പോഴായിരുന്നു ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡേഗോയോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന്. ഡേഗോ എന്നിട്ട് പോയിട്ട് ആ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും അവന്റെ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരനാണ് വിളിക്കുന്നത്. അയാൾ പറയുന്നത്, ആ വിരലിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അത് നിന്നോടൊന്ന് നേരിട്ട് സംസാരിക്കണമെന്നായിരുന്നു. സംഭവം ഈ ഡോക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരനെ ഈ മുടിയനും അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് കിഡ്നാപ്പ് ചെയ്തിട്ട് ഡേഗോയെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ
ഡോക്ടറിനെ കൊണ്ട് വിളിപ്പിക്കുന്നതാണ്. അപ്പോൾ ഡേഗോ ഓക്കെ ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ കോൾ കട്ട് ചെയ്യും. എന്നിട്ട് അവൻ നേരെ യൂക്കിയെ കാണാൻ പോകും. എന്നിട്ട് അവൻ എനിക്കിപ്പോൾ നിങ്ങളുടെ ജീവനാണ് പ്രധാനം, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കൂഗ് ഗ്രാമത്തിലേക്ക് പോകണ്ടെന്ന് അവളോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ യൂക്കി ആണെങ്കിൽ പറയുന്നത് ആ ഗ്രാമത്തിൽ പോയതിനു ശേഷമാണ് അന്നയ്ക്ക് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായിട്ടുള്ളത്. അവളിപ്പോൾ അത്യാവശ്യം ചിരിക്കാനും സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിട്ട് ആ ഗ്രാമത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെയാണെങ്കിൽ അന്നയ്ക്ക് പെട്ടെന്ന് തന്നെ പഴയതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പഴയ നമ്മുടെ അന്നയുണ്ടല്ലോ, അവളെ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളിലും കേസന്വേഷണത്തിനൊന്നും പോകണ്ട. അങ്ങനെ വാക്ക് തന്നാൽ നമുക്ക് നേരെ ആ ഗ്രാമത്തിലേക്ക് തന്നെ പോകാമെന്ന് പറയും. അത് കേട്ടിട്ട് നമ്മുടെ ഡേഗോ നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് അതെ ഞാൻ ശരിക്കും ആലോചിച്ചിട്ടാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾ എനിക്ക് വാക്ക് തരണമെന്ന് അവനോട് പറയുന്നു. ഇത് കേട്ട ഡേഗോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നയോട് കൂടി ഒന്ന് അഭിപ്രായം ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവളോട് നിനക്ക് കൂഗിലേക്ക് തിരിച്ചു പോകണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് വേണം എന്ന് ആൻസർ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഡേഗോ ഓക്കെ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്നയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് അവളോട് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേഗോ ഈ ഡോക്ടർ അവനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അയാളുടെ അടുത്തേക്ക് ഒരു പോലീസുകാരനെയും കൂട്ടിയിട്ട് പോവുകയായിരുന്നു. അവരങ്ങനെ പൊക്കോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ടണലിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ മുടിയനുണ്ടല്ലോ അവനും അവന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളെ ഡേഗോ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. മുടിയനും അവന്റെ ഫ്രണ്ട്സിനും അവിടെ വെച്ചിട്ട് ഡേഗോ നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടികൊണ്ട് അവശനായിട്ട് നമ്മുടെ മുടിയൻ അവിടെ വീണ് കിടക്കുമ്പോഴാണ് അവൻ ഡേഗോനോട് പറയുന്നത് ഞങ്ങളെ കൊന്നു കഴിഞ്ഞാല് ഡാനി എവിടെയാണെന്ന് നിനക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഡേഗോ നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാനിയെ ഞങ്ങൾ കൊന്നു എന്നല്ലേ നീ വിചാരിക്കുന്നത്, പക്ഷേ നിനക്ക് തെറ്റി, ഞങ്ങൾ അവനെ കൊന്നിട്ടില്ല. പകരം ഞാൻ ഒറ്റയ്ക്കാണ് അത് ചെയ്തത്. എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, നീയും അങ്ങനെ തന്നെയല്ലേ എന്ന് ഡേഗോയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡേഗോയുടെ മൈൻഡിലേക്ക് അന്നയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ നേരത്തെ ഒരു പയ്യനെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഇൻസിഡന്റ് ഓർമ്മ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുടിയനെ പോലീസുകാരൊക്കെ ചേർന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അവിടെ വെച്ചിട്ട് ഗാനിബൽ എന്ന ഈ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ശരിക്കും ഈ ഡാനിയെ ഈ ഗോട്ടെ ഫാമിലി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുക? അയാൾ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ? പിന്നെ ഈ ചെകുത്താന്റെ രൂപമുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾ ശരിക്കും ആരാണ്? ഈ ഗോട്ടെ ഫാമിലിയുമായിട്ട് അയാൾക്ക് എന്താണ് ബന്ധം? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലുണ്ടെന്നറിയാം. അതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.